അപ്പോൾ ക്ലാസിക്കിയുടെ വർക്കൊക്കെ അതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് നോക്കിയേ, കഴിഞ്ഞൊരു വർക്കിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എമൗണ്ട് എത്ര വരുന്നത്? 12 രൂപ. പൈപ്പൊക്കെ എടുത്ത് മാറ്റി സ്ക്വയർ പൈപ്പ് ഇട്ടേണത് കേട്ടാ, സ്ക്വയർ പൈപ്പ് ഇട്ടേണത്. ഞാൻ ഇതുപോലെ ഇവിടെയും വട്ടം സ്ക്വയർ പൈപ്പ് വരും. പിന്നെ ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് പെട്ടി ഓട്ടോറിക്ഷയുടെ ബോഡി, അതായത് പെട്ടി സ്റ്റീലിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ പെട്ടി ഓട്ടോറിക്ഷ എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. പെട്ടി ഓട്ടോറിക്ഷ അതിൻ്റെ സ്റ്റീൽ ബോഡി പണിയുന്ന ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസിക്കിൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴൊരു ക്ലാസിക് ഇതേ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ നൗഷാദിക്കതേ ഓട്ടോയുടെ അകത്തിരിപ്പുണ്ട്. ഇവിടെ കാലിന് ചെറിയൊരു ആണി കയറിയിട്ട് ചെറിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ പുള്ളിക്ക് പാടില്ലാണ്ടും പുള്ളി ആ പണിയുടെ ആത്മാർത്ഥത കൊണ്ടിട്ട് പണിയാൻ വന്നതാണ്. പെട്ടി ഓട്ടോറിക്ഷയുടെ പെട്ടിയാണ്, കംപ്ലീറ്റ് സ്റ്റീലാണ് കേട്ടോ. കംപ്ലീറ്റ് സ്റ്റീൽ വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നാളെ ഇതിൻ്റെ ഓണറിന് കൊടുക്കണം എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് പുള്ളി ഇന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അല്ലേ. പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോണ്? അടിപൊളിയായിട്ട് പോകണല്ലേ. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams. ഓട്ടോറിക്ഷയുടെ കിഡിലൻ സ്റ്റീലിൻ്റെ വർക്കാണ് കേട്ടോ, അടിപൊളി വർക്കാണ്. പിന്നെ ഒന്ന് പറയാമോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ? ഇത് 18 ഏജിൻ്റെ 304 ടണി പണിയാണ്. ഇതിൻ്റെ ഗ്രില്ല് വർക്ക് 2.1 സ്ക്വയർ ട്യൂബ് 18 ഏജ്, അടി ഫൗണ്ടേഷൻ 3.1 സ്ക്വയർ ട്യൂബ് തന്നെ. ഇതിൻ്റെ മേള് ഫുൾ റൗണ്ട് ആംഗർ അടി എല്ലാം 304 ആണ്. ഫുള്ള് വർക്കിന് 304 എന്ന് വെച്ചാൽ മുൻപേ ഇങ്ങനെ സ്റ്റീൽ അല്ലേ? ഓക്കെ. 202 ഉണ്ട് അതിനെ കുറഞ്ഞത്. ഇതിന് മൊത്തം ചിലവ് 75 രൂപ വരും. 75 രൂപ അല്ലേ? ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇരുമ്പെന്ന് പറയുന്ന സംഭവം വന്നിട്ടില്ല അല്ലേ? എല്ലാം അതുമല്ല 202 ഇല്ല, 304 ആണ് ഫുള്ളായിട്ട്. ഓക്കെ. പിന്നെ മറൈൻ പ്ലൈവുഡ് ഇടും. മറൈൻ പ്ലൈവുഡ് എവിടെ? അടിയിലിടും. ഈ സ്റ്റീലിൻ്റെ അടിയിൽ. അതെന്തിനാ പറഞ്ഞത്? സിംഗിൾ തടാ കുറച്ച് ബോഡി ഒന്ന് സ്ട്രോങ് ആക്കാൻ അടിയിൽ. പഡ്ജിങ് ആയിരിക്കും. വെൽഡ് ചെയ്യൂല. ഓക്കെ ഓക്കെ. സ്റ്റീൽ വെൽഡിങ് വന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിന് വേണ്ടി. പിന്നെ ഇത് നമുക്ക് കൂടുതലായും യൂസ് ചെയ്യണത് ഈ മീനിൻ്റെ കച്ചവടം അല്ലേ? അതായത് നനവുള്ള സാധനങ്ങളൊക്കെ കയറ്റുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റീൽ ചെയ്യണത്. ഐസ് കയറ്റിയ മീൻ, പിന്നെ അതുപോലെ തന്നെ പാലിൻ്റെ പണിക്ക് അങ്ങനത്തെയൊക്കെ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലൈഫായിട്ട് കിടക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മെന്ന് വെച്ചാൽ മറ്റേ തകിടിൻ്റെ പരിപാടിയാണ് കൊല്ലം പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം ആണല്ലേ? ഓക്കെ. പക്ഷെ അത് പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇതിനു മുമ്പ് വീഡിയോ കണ്ട ആൾക്കാർക്ക് ചോദിക്കാനുണ്ടാവും, ഇവിടെ കറണ്ട് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഈ സ്റ്റീലിൻ്റെ വെൽഡിങ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറയാമോ? ഞാൻ എൻ്റെ കാലിന് വയ്യേ, അതുകൊണ്ട് ഞാൻ ഈ ഗോഡൗണിൽ നിന്നാണ് കറണ്ട് വലിച്ചേക്കണം. അതെ അല്ലേ? ഇപ്പുറത്തെ ഗോഡൗൺ അല്ലേ വലിച്ച് തൽക്കാലത്തേക്ക് ഇതിൻ്റെ വർക്കിങ്ങിന് മാത്രം വലിച്ചേക്കണേണ് സ്റ്റീൽ. ഞാൻ അപ്പുറത്തെ വർക്ക്ഷോപ്പിലാണ് പോയി ചെയ്യാറല്ലേ? വർക്ക്ഷോപ്പിൽ പോകാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതെല്ലേ? കാലില് ഇവിടെ ആകുമ്പോ എനിക്ക് എന്റെ ഇവിടത്തെ പണിയും നോക്കാം, ഇതും ചെയ്യാറാന്നുള്ള ഇതിലാണ്
ഓക്കെ. ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ ഒരു ആപ്പെ ക്ലാസിക് ഇട്ടാ. ആപ്പെ ക്ലാസിക്കിയുടെ വർക്കൊക്കെ അതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ നോക്കിയേ, കഴിഞ്ഞൊരു വർക്കിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക് വരുന്നത് എമൗണ്ട് എത്ര വരുന്നത് 12,000 രൂപ കേട്ടോ ഈ ബോഡി വർക്ക് വന്നത്. കണ്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, 12,000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോയുടെ ബോഡിയൊക്കെ പണിയണമെങ്കിൽ ഞാൻ നൗഷാദിക്കയുടെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, വെറും 12,000 രൂപ കേട്ടോ. കമ്പനിയുടെ പൈപ്പൊക്കെ എടുത്ത് മാറ്റി സ്ക്വയർ പൈപ്പ് ഇട്ടേണത് കേട്ടോ. സ്ക്വയർ പൈപ്പ് ഇട്ടേണത് ഞാൻ ഇതുപോലെ ഇവിടെയും വട്ടം സ്ക്വയർ പൈപ്പ് വരും. പിന്നെ ചാനലൊക്കെ നോക്കിയാൽ നല്ല ഉണ്ടാ, നല്ല വീതി കൂടിയ ചാനലാണ് ഇട്ടേണത്. വാട്ടർ ചാനലായാലും ഇതിൻ്റെ ഷേപ്പ് തന്നെ കണ്ട അടിപൊളി ഷേപ്പാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നൗഷാദിക്ക ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ സൈഡ് നോക്കി, വെറും 12,000 രൂപ കേട്ടോ ഈ ബോഡി വർക്കിന്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. വീണ്ടും നമുക്ക് സ്റ്റീലിൻ്റെ വർക്കിലേക്ക് വരാം. നൗഷാദിക്ക കാല് വേനുണ്ടാ? നല്ല വേനുണ്ടല്ലോ, ആ ഇരുത്തം കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്ര പറഞ്ഞത് ഈ സ്റ്റീൽ ബോഡി വർക്ക്? 75,000 രൂപ അല്ലേ? അതായത് മുന്തിയ ഇനം സ്റ്റീലിട്ടാണ് ചെയ്യണത്. എല്ലാം അടിപൊളി. 304 കണ്ട, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി. ഇതിൻ്റെ പോളിഷ് കൂടി വരുമ്പോൾ വെട്ടി തിളങ്ങൂല്ലേ? ആ കണ്ട 304. പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങും അല്ലേ? വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. വർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സ്റ്റീൽ പെട്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം പെട്ടി ഓട്ടോറിക്ഷയുടെ ചേസയിലേക്ക് കയറ്റും അല്ലേ? നൗഷാദിക്കയുടെ കാല് നല്ലോണം വേദനിക്കുന്നുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. വർക്ക് ഓക്കെ. ഇനി ഇതിന് മറ്റേ ടോപ്പിൽ വരുമല്ല, ഞാൻ മറ്റേ വീഡിയോയിൽ കണ്ടായിരുന്നു, ടോപ്പിൽ കാരിയർ സ്റ്റീലിൻ്റെ വരും അല്ലേ? വണ്ടിയിലേക്ക് കയറ്റി സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പിലും കൂടിയും ആ കാരിയർ വരും, നമുക്ക് കയറും പടുതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ആപ്പ്, ഇത് പണിയാൻ വന്നാണ് കേട്ടോ. കംപ്ലീറ്റ് തുരുമ്പാണ്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആക്കാൻ ഇവിടെ വന്നേക്കണേണ്. എന്താ ആപ്പയുടെ കോലം നോക്കി. നൗഷാദിക്കയുടെ പണിക്കാരനാണ് കേട്ടോ. പേരെന്താണ്? അഫ്സൽ അല്ലേ? നൗഷാദിക്കയുടെ ഇപ്പോൾ എത്ര ആളായി? വന്ന് വിളിക്കും. അതല്ലേ? അതല്ലേ? ആ ഓ അതല്ലേ? എന്തെയും പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണെന്നല്ലേ? പെരുന്നാള് അല്ലേ? നാളെ മറ്റന്നാളെ പെരുന്നാളായിരിക്കും അല്ലേ? അതിൻ്റെ തിരക്കാണ്. ഓക്കെ, എന്നാൽ പണിയെടുക്കട്ടെ. പിന്നെ വീഡിയോ എങ്ങനെയുണ്ട് നൗഷാദിക്കൻ്റെ വർക്ക്ഷോപ്പിൻ്റെ? അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.